നമസ്കാരം, വെൽക്കം ടു Shynibindhu'sworld. എങ്ങനെ നമുക്ക് ഇന്നൊരു കുക്കുംബർ ടോണർ ഉണ്ടാക്കാൻ നോക്കാം. അതും വിത്തൗട്ട് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കുംബർ അറിയാലോ, നമ്മുടെ സ്കിന്നിനെ റീഫ്രഷ് ആയിട്ട് വെച്ചിരിക്കാനും ക്ലിയർ ചെയ്യാനും ആഗ്നെ പിമ്പിൾസിനെ എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മൊത്തത്തിലൊരു ബ്രൈറ്റ്നസ് തരാനും പിന്നെ നമ്മുടെ ഹൈഡ്രേറ്റ് ആയിട്ട് വെച്ചിരിക്കാനും പിന്നെ എന്തെങ്കിലും ക്രീമൊക്കെ യൂസ് ചെയ്ത് സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് ക്ലിയർ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കുക്കുംബർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനാണ് ഇടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. സ്റ്റാർട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പീസ് കുക്കുംബർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ സ്ലൈസായിട്ട് ചെറിയ പീസുകൾ കട്ടി കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ നല്ല സ്ലൈസായിട്ട് കട്ടി കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബട്ടർ എടുക്കുകയാണ്. ഇപ്പോൾ 60 ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിനെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ആക്കി. നമുക്ക് ഈ കുക്കുംബർ നമ്മൾ അരിഞ്ഞു വെച്ച കുക്കുംബർ ഉണ്ടല്ലോ, അതെല്ലാം ഇതിലേക്ക് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതുപോലെ തന്നെ ഈ കുക്കുംബറിൻ്റെ ഇതെല്ലാം ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അതിൻ്റെ എസൻസ് ഒക്കെ അതിലിറങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ കാണാം. ഇതിൻ്റെ എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സാലഡ് കുക്കുംബർ എടുക്കാം. അതാകുമ്പോൾ കുറച്ചൊരു ലൈറ്റ് പച്ച നിറം കൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഞാനിത് നോർമൽ കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു അരിപ്പിൽ വെച്ച് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുക്കുംബർ എക്സ്ട്രാക്റ്റെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് ഗ്ലിസറിനാണ്. ഇത് നമ്മുടെ സ്കിന്നെ ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കും. ഞാനപ്പോൾ ഒരു 5 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഞാനൊരു 5 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഫിനോക്സി എത്തനോളാണ്. ഇത് നമുക്ക് ഒരു 3 തുള്ളി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഷെൽഫ് ലൈഫ് തരാൻ സഹായിക്കും. ഇത് പുറത്ത് വെച്ച് നമുക്കപ്പോൾ യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ടോണർ ഇവിടെ റെഡിയാണ്. ഇത് മോർണിംഗും അപ്ലൈ ചെയ്യാം, ഈവനിങ്ങും അപ്ലൈ ചെയ്യാം. ഫേസെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നിങ്ങളുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ.